നമസ്കാരം. ഷപ്നയും ഗ്രീഷ്മയും കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച രണ്ട് സ്ത്രീകളാണ്. രണ്ട് സാഹചര്യങ്ങൾ, ഒരേ വിധി, തൂക്കുകയർ. ഒരാൾ കാമുകന് വേണ്ടി തൻ്റെ കുടുംബാംഗങ്ങളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ അടുത്തവൾ കാമുകനെ തന്നെ കൊലപ്പെടുത്തി. എല്ലാവർക്കും ഗ്രീഷ്മയെ അറിയാം. സമൂഹ മാധ്യമങ്ങളിൽ എല്ലാം വാർത്തയായിരുന്നു ഷാരോൺ കൊലക്കേസ്. എന്നാൽ ഷപ്നത്തെ അറിയാത്തവർ ഉണ്ടാകും. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഞാൻ ശരണ്യ. മുറാദാബാദ് അംറോഹയിലെ ഭവാൻകേരി സ്വദേശിയായ ഷപ്നം ഇംഗ്ലീഷിലും ഭൂമിശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദധാരിയാണ്. തൊട്ടടുത്ത ഗ്രാമത്തിലെ സ്കൂളിൽ അധ്യാപകയുമായിരുന്നു ഷപ്നം. നാട്ടിലെ പ്രമാണികളായിരുന്നു ഷപ്നത്തിൻ്റെ കുടുംബം. അച്ഛൻ നാട്ടിലെ കോളേജിൽ കലാ അധ്യാപകനായിരുന്നു. ഷപ്നം അതേ നാട്ടിലെ തന്നെ സലീം എന്നയാളുമായി പ്രണയത്തിലായി. 6ാം ക്ലാസ്സിൽ തോറ്റ് പഠനം നിർത്തിയ സലീം കൂലിപ്പണി ചെയ്താണ് ജീവിച്ചിരുന്നത്. ഷപ്നത്തിൻ്റെ കുടുംബത്തിന് ആ ബന്ധം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. വിവാഹം അനുവദിക്കില്ലെന്ന് കുടുംബം ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ആ സമയം ഷപ്നം 7 ആഴ്ച ഗർഭിണിയായിരുന്നു. ഒരുമിച്ച് ജീവിക്കാൻ മറ്റു വഴികളില്ലാതെ വന്നതോടെ വീട്ടുകാരെ ഇല്ലാതാക്കാൻ ഷപ്നവും സലീമും തീരുമാനിച്ചു. ഒരു ദിവസം രാത്രി പിതാവ് ഷൗക്കത്ത് അലി, അമ്മ ഹാഷ്മി, മൂത്ത സഹോദരൻ അനീസ്, ഇളയ സഹോദരൻ യാഷിദ്, അനീസിൻ്റെ ഭാര്യ അഞ്ജും 10 മാസം പ്രായമുള്ള ഇവരുടെ മകൻ അർഷ്, ബന്ധുവായ റാബിയ എന്നിവർക്ക് ഷപ്നം പാലിൽ മയക്കുമരുന്ന് കലക്കി നൽകി. എല്ലാവരും ഉറങ്ങിയെന്നുറപ്പു വരുത്തിയ ശേഷം സലീമിനെ വിളിച്ചു വരുത്തി. കോടാലിയുമായി എത്തിയ സലീം ഉറങ്ങിക്കിടന്ന ഓരോരുത്തരുടെയും കഴുത്തറുത്തു. 2008 ഏപ്രിൽ 14-നായിരുന്നു നാടിനെ നടുക്കിയ ആ സംഭവം നടന്നത്. വീടിനുള്ളിലേക്ക് നടന്നു വന്ന കൊള്ളക്കാർ വീട്ടിലെ അംഗങ്ങളെ ഒന്നൊന്നായി കോടാലി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് ഓടിക്കൂടിയ അയൽവാസികളോടും പോലീസിനോടും ഷപ്ന പറഞ്ഞത്. എന്നാൽ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയ പോലീസ് ഷപ്നത്തിൻ്റെ മൊബൈൽ കോൾ ഹിസ്റ്ററി അടക്കം പരിശോധിച്ചപ്പോഴാണ് കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞത്. പിന്നീടുള്ള അന്വേഷണത്തിൽ സലീമിൻ്റെയും ഷപ്നത്തിൻ്റെയും ചോരക്കറ പുരണ്ട വസ്ത്രങ്ങളും പോലീസ് കണ്ടെടുത്തു. കൊലപാതകത്തിനു ശേഷം ഇരുവരും കുളത്തിൽ ഉപേക്ഷിച്ച വസ്ത്രമായിരുന്നു അത്. വീടിനുള്ളിൽ നിന്ന് ബയോപോസ് എന്നൊരു മയക്കുമരുന്ന് ഗുളികയുടെ കാലി സ്ട്രിപ്പുകളും പോലീസ് കണ്ടെത്തി. കഴുത്തിൽ കോടാലി കൊണ്ട് വെട്ടേറ്റുണ്ടായ മുറിവൊഴിച്ചാൽ കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിൽ എവിടെയും യാതൊരു പരിക്കുമുണ്ടായിരുന്നില്ല. കിടക്കയിൽ കൊല്ലപ്പെട്ട് കിടക്കുകയാണെങ്കിലും ആരുടെയും കിടക്കവിരികൾ പോലും ചുരുങ്ങിയിരുന്നില്ല. മരിക്കുന്നതിന് മണിക്കൂറുകൾ മുമ്പ് തന്നെ ശരീരത്തിലേക്ക് മയക്കുമരുന്ന് കടന്നു ചെന്നിട്ടുണ്ട് എന്നായിരുന്നു മെഡിക്കൽ റിപ്പോർട്ട്. അതോടെ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് വ്യക്തമായി. ജയിലിൽ കഴിയവേ 2008 ഡിസംബറിൽ ഷപ്നം ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. 2010 ജൂലൈയിൽ ജില്ലാ കോടതി ഷപ്നത്തിനും സലീമിനും വധശിക്ഷ വിധിച്ചു. മകനുമായി ഒന്നിച്ചു ജീവിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച് അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയെങ്കിലും പുനഃപരിശോധനാ ഹർജി തള്ളി. 2016-ൽ രാഷ്ട്രപതി ദയാഹർജിയും തള്ളി. ഇതോടെ പ്രതികളുടെ ശിക്ഷ നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഷപ്നം രാംപൂർ ജയിലിലും സലീം ആഗ്രയിലെ ജയിലിലുമാണ് വധശിക്ഷ കാത്തിരിക്കുന്നത്. ഷപ്നമിനെ കഴുമരത്തിലേറ്റേണ്ട അവസാനഘട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ജയിൽ അധികൃതർ. നിർഭയ കേസിലെ പ്രതികളെ തൂക്കിലേറ്റിയ പവൻ ജല്ലാദ് തന്നെയാണ് ഇവിടെ ഷപ്നത്തെയും തൂക്കിലേറ്റുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.